സുഹൃത്തുക്കളെ, ശ്രീ വി എസ് അച്യുതാനന്ദനാണോ ഉമ്മൻചാണ്ടിയാണോ കൂടുതൽ ശ്രേഷ്ഠൻ? വി എസിൻ്റെ ശവശരീരം വഹിച്ചുകൊണ്ട് നടത്തിയ വിലാപയാത്രയെക്കുറിച്ചും ശവസംസ്കാരത്തെക്കുറിച്ചും നടത്തിയ റിപ്പോർട്ടിനിടയിൽ ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്. ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഇത്തരം ഒരു ചോദ്യം ഉന്നയിക്കുന്നതിൻ്റെ ന്യായങ്ങളെ സംബന്ധിച്ചും ഔചിത്യത്തെക്കുറിച്ചും പരിശോധിക്കുവാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഒന്നാമതായി, ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇത്തരം ഒരു ചോദ്യം ഉന്നയിക്കുന്നത് തികച്ചും അനൗചിത്യം ആണ്. രണ്ടാമതായി, ഇത്തരം സന്ദർഭങ്ങളിൽ തടിച്ചുകൂടുന്ന ആളുകളുടെ കൃത്യമായ എണ്ണം എടുക്കുവാനുള്ള ഒരു സംവിധാനം ഇല്ല. അതുകൊണ്ട് ആരുടെ വിലാപയാത്രയിലാണ് കൂടുതൽ ആളുകൾ സംബന്ധിച്ചത് എന്ന് അഭിപ്രായം പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. അതോടൊപ്പം തന്നെ വ്യക്തികളുടെ മഹത്വം, സംഭാവനകൾ വിലയിരുത്തേണ്ടത് അവരുടെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തി ആകുവാൻ പാടില്ല. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് തടിച്ചുകൂടിയ ജനങ്ങൾ യേശുവിനെ എതിർക്കുന്നവർ ആയിരുന്നു. ഇത് ചരിത്രത്തിലുടനീളം കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അനൗചിത്യവും അശാസ്ത്രീയതയും ഉള്ള ഒരു ചോദ്യമാണ് ഈ സന്ദർഭത്തിൽ നിർഭാഗ്യവശാൽ ഉന്നയിക്കപ്പെട്ടത്. അടുത്ത പ്രശ്നം ഇതിനേക്കാളും അടിസ്ഥാനപരമാണ്. ഈ രണ്ട് വ്യക്തികളുടെ സംഭാവനയെക്കുറിച്ച് താരതമ്യപ്പെടുത്തുവാൻ കഴിയുമോ? ഒരു കാരണവശാലും താരതമ്യപ്പെടുത്തുവാൻ കഴിയാത്ത രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇവർ. അതിന് പ്രധാന കാരണം, കേരളം സ്വതന്ത്രം ആയി സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ജനകീയ ഭരണ സംവിധാനം സ്ഥാപിച്ചതിന് ശേഷം സാമൂഹ്യ പ്രവർത്തനം ആരംഭിച്ച ആളാണ് ഉമ്മൻചാണ്ടി. എന്നാൽ കേരളത്തിൽ മനുഷ്യന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ, ജന്മി കുടിയാൻ വ്യവസ്ഥയിൽ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും ജനങ്ങൾക്കൊപ്പം നിന്ന് പടപൊരുതി പോലീസിൻ്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത ധാരാളം ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ. ചരിത്രത്തിന് നൽകിയ ഈ സംഭാവന വളരെ നിർണായകമായ ഒരു സംഭാവനയാണ്. ശ്രീ ഉമ്മൻചാണ്ടിയോ അതുപോലെയുള്ള ആളുകൾക്കോ ഉള്ള ഒരു കാലത്തും അനുഭവിച്ചിട്ടില്ലാത്ത അസ്വാതന്ത്ര്യത്തിൻ്റെ കാലഘട്ടം, സ്വാതന്ത്ര്യമില്ലാഞ്ഞ കാലഘട്ടം, മനുഷ്യന് തലചായ്ക്കാൻ ഭൂമി ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം, ജോലി ചെയ്യുന്നവർക്ക് കൂലി ലഭിക്കാതിരുന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ച ധാരാളം ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ. അതുകൊണ്ട് തന്നെ ശ്രീ ഉമ്മൻചാണ്ടിയുമായിട്ട് ഒരു തരത്തിലും താരതമ്യപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ. ഈ കാര്യം പൂർണ്ണമായിട്ടും വിസ്മരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ ആരായിരുന്നു നല്ലത് എന്ന് താരതമ്യം ചെയ്യുവാനുള്ള ഒരു ശ്രമം അടുത്ത കാലത്ത് കൂടുതൽ ശക്തമാണ്. 4-5 മുഖ്യമന്ത്രിമാരെ എടുത്തുകൊണ്ട് അവരുടെ ഭരണം എങ്ങനെയിരുന്നു എന്ന് വിലയിരുത്തുക, അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഗൂഢ ഉദ്ദേശത്തോടു കൂടി, ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു സമീപനമാണ് അടുത്ത കാലത്തായിട്ട് ഈ സമീപനത്തിൽ കൂടെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ്. കേരളത്തിലെ ഇരുണ്ട കാലഘട്ടത്തെക്കുറിച്ചും ആ കാലഘട്ടത്തിന് ജനകീയ സമരങ്ങൾ നടത്തി ജീവൻ ബലി കഴിച്ച്
പോലീസ് ലോക്കപ്പിൽ കിടന്നു നിരവധി ആളുകളുടെയും പ്രസ്ഥാനങ്ങളുടെയും ചരിത്രത്തെ തമസ്കരിക്കുവാനുള്ള വ്യഗ്രതയാണ് ഇതിൽ കൂടെ അടുത്ത കാലത്ത് അനാവരണം ചെയ്യുന്നത്. ഇത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. കാരണം ചരിത്രത്തിൻ്റെ സൃഷ്ടി അപ്രധാനമാണെന്നും ഭരണയന്ത്രം നിയന്ത്രിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യമെന്നും ഭരണയന്ത്രം ഉണ്ടാക്കിയത് എങ്ങനെയാണ്, ജനകീയ അവകാശങ്ങൾ ഉണ്ടാക്കിയത് എങ്ങനെയാണ് എന്ന കാര്യം വിസ്മരിച്ചുകൊണ്ട് വ്യവസ്ഥാപിതമായ ഭരണയന്ത്രം നിയന്ത്രിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം അടുത്ത കാലത്തെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഗൗരവമായിട്ടുള്ള അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ കാലത്ത് നേടിയെടുത്ത സ്വാതന്ത്ര്യങ്ങളും ജനകീയ അവകാശങ്ങളും പൗരാവകാശങ്ങളും എല്ലാം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ സമരം ചെയ്യും എന്ന് സംശയിക്കപ്പെടുന്ന ആളുകളെ ദീർഘകാലം ജയിലിൽ അടച്ച് കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ ജയിലുകളിൽ കിടക്കുന്നതിൽ 72% ആളുകൾ രാജ്യത്തിനെതിരായി കുറ്റം ചെയ്തു എന്ന് മുദ്ര കുത്തിക്കൊണ്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടവരാണ്. അവർക്കെതിരെ നിയമപരമായിട്ടുള്ള കുറ്റപത്രം നൽകിയിട്ടില്ല. വർഷങ്ങളോളം ജയിലിൽ തന്നെ താമസിപ്പിക്കുന്നു. ഈ പ്രവണത ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ പ്രവണതയെ സഹായിക്കുവാനുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള ബുദ്ധി കൂടെ ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾക്കും മാധ്യമ റിപ്പോർട്ടുകളിലും ഉണ്ട് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയുന്നില്ല. ഒരു കാലത്ത് നേടിയെടുത്ത ജനകീയ സ്വാതന്ത്ര്യം അത് ധാരാളം ആളുകൾ തങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ച് രക്തം ചിന്തി ജയിൽവാസം അനുഭവിച്ച് പോലീസിൻ്റെ പീഡനം അനുഭവിച്ച് നേടിയെടുത്തതാണ്. അത് ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ സമരം ചെയ്യുമെന്ന് സംശയിക്കപ്പെടുന്ന ആളുകളെ ജയിലിലടച്ച് മർദ്ദിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ അച്യുതാനന്ദനെ പോലുള്ള ആളുകളുടെ ചരിത്രത്തിലെ സംഭാവനകൾ ചർച്ച ചെയ്താൽ അത് ഭരണവർഗത്തിന് ഗുണകരമല്ല, സഹായകരമല്ല. അതുകൊണ്ട് അച്യുതാനന്ദനെ പോലുള്ള ആളുകളുടെ യഥാർത്ഥ ശ്രേഷ്ഠത, മഹത്വം, രാജ്യത്തിനും സമൂഹത്തിനും ചെയ്ത സംഭാവനകൾ എന്തെല്ലാമാണെന്ന് ചർച്ച ചെയ്യപ്പെടാതിരിക്കുവാനുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ് ഇത്തരത്തിലുള്ള താരതമ്യം അവസരത്തിലും അനവസരത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഇവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. 50 വർഷങ്ങൾക്ക് മുൻപ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം ഭരണഘടന സ്വന്തം താല്പര്യത്തിനു വേണ്ടി അട്ടിമറിക്കപ്പെട്ടു. അടിയന്തരാവസ്ഥ എന്ന ഓമനപ്പേരിൽ. അതിനെതിരായി സമരം ചെയ്യുവാൻ ആളുകളെ അനുവദിച്ചില്ല. അതിനു മുമ്പ് തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അർദ്ധരാത്രിയിൽ തന്നെ ആയിരക്കണക്കിന് രാഷ്ട്രീയ പ്രവർത്തകരെയും സാമൂഹ്യ പ്രവർത്തകരെയും ജയിലിലടച്ചു. കോൺഗ്രസ് പാർട്ടിയിലെ സമുന്നതരായ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരെ ജയിലിലടച്ചു. അതിൻ്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭമാണിത്. അപ്പോൾ ഉമ്മൻചാണ്ടിയെ പോലുള്ള മഹാന്മാരായിട്ടുള്ള ഭരണാധികാരികൾ അവർ ജീവിച്ച കാലത്ത് ഭരണഘടനയെ അട്ടിമറിക്കപ്പെട്ടപ്പോൾ അന്നും അതിനെതിരെ ശബ്ദമുയർത്താത്തവരാണ്. ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു ധാരാളം സംഭാവനകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തർക്കമില്ല, അത് അംഗീകരിക്കണം. പക്ഷേ ഇത്തരത്തിൽ ചരിത്ര നിർമ്മിതിക്ക് സഹായിച്ചവരും അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിലടയ്ക്കപ്പെട്ടവരും അവരെക്കാളും ശ്രേഷ്ഠർ ഉമ്മൻചാണ്ടിയും അതുപോലെയുള്ള ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാതിരുന്ന സമർത്ഥന്മാരായ ഭരണാധികാരികളായിരുന്നു എന്ന് സ്ഥാപിച്ചെടുക്കുവാനുള്ള ഒരു സമീപനം ചരിത്രത്തെ അപനിർമ്മിതി ചെയ്യുവാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ളതാണ് എന്ന കാര്യം ജനങ്ങൾ തിരിച്ചറിയുന്നില്ല.
അതോടൊപ്പം തന്നെ കൂടുതൽ നമ്മെ അസ്വസ്ഥപ്പെടുത്തേണ്ട മറ്റൊരു കാര്യം കൂടെ ഈ ചർച്ചകളിൽ വളരെ വ്യക്തമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ജന്മി നാടുവാഴിത്ത വ്യവസ്ഥയിൽ മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാഞ്ഞവർ, വഴി നടക്കുവാൻ സ്വാതന്ത്ര്യമില്ലാഞ്ഞവർ, തലകായിക്കാൻ ഭൂമി ഇല്ലാഞ്ഞവർ, പണി ചെയ്താൽ കൂലി ലഭിക്കാഞ്ഞവർ, അവരുടെയൊക്കെ അടുത്ത തലമുറ ഇപ്പോൾ ഉമ്മൻചാണ്ടിയേക്കാൾ, വി എസ് പ്രവർത്തിച്ച പ്രസ്ഥാനത്തേക്കാൾ മഹത്വം ഉമ്മൻചാണ്ടിക്കും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനുമൊക്കെ ചാർത്തുന്നു എന്നുള്ളതും ചരിത്രത്തിൽ നടക്കുന്ന ഒരു അപഹാസ്യമാണ്, ചരിത്രത്തോട് കാണിക്കുന്ന നിന്ദയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള താരതമ്യം സതുദ്ദേശത്തോടു കൂടിയല്ലെന്നും ദുരുദ്ദേശത്തോടു കൂടിയാണെന്നും ചരിത്രത്തിൽ നടന്നിട്ടുള്ള അടിച്ചമർത്തലുകളെ തമസ്കരിക്കുവാനും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അടിച്ചമർത്തലുകൾക്കെതിരെ ജനങ്ങൾ ശബ്ദമുയർത്തുന്നതിനെ തടയുവാനും കൂടെ ഉദ്ദേശിച്ചുള്ള പ്രത്യക്ഷത്തിൽ നിർദോഷം എന്ന് തോന്നുന്ന ഇത്തരത്തിലുള്ള താരതമ്യം ചരിത്രത്തെ അപനിർമ്മിതി ചെയ്യുവാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ളതാണ് എന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾക്ക് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.